മുനമ്പം സമരപ്പന്തലിൽ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ സന്ദർശിക്കുകയാണ്. മുനമ്പം സമരം 70 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. അതാണ് അവിടുത്തെ സാഹചര്യം. നവമി ദിനേശ് ചേരുന്നു. നവമി, എന്താണ് അവിടുത്തെ സമരപരിപാടികൾ ഇന്ന്? രഞ്ജിത്ത്, മുനമ്പത്തെ റിലേ സത്യാഗ്രഹം 71 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ സമരത്തിൽ ഐക്യദാർഢ്യവുമായി മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി മുൻ കേന്ദ്രമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ രാജീവ് ചന്ദ്രശേഖരൻ സമരപ്പന്തലിലെത്തി. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മുനമ്പം ജനതയോട് സംസാരിക്കുന്നതായിരിക്കും. നമുക്കറിയാം, മുനമ്പം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഇവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുനമ്പം ജനതയുടെ സമരം അത് ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ബിജെപിയുടെ വലിയ രീതിയിലുള്ള പിന്തുണ, കോൺഗ്രസിന്റെ പിന്തുണ, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ബിജെപിയുടെ നേതാവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ മുനമ്പം പ്രദേശത്തെത്തുകയും മുനമ്പം നിവാസികളുമായി സംസാരിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ മുനമ്പം നിവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഒപ്പം ഇപ്പോൾ ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക, ഈ അയച്ചിരിക്കുന്ന നോട്ടീസ് ഇത് മാറ്റുക, അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് ഈ മുനമ്പം നിവാസികൾ ഉന്നയിക്കുന്നത്. ഇതിനോടകം തന്നെ സർക്കാർ ഒരു ചർച്ച നടത്തുകയും ഇതിന്റെ ഫലമായി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഇവിടെ നിയോഗിക്കുകയും ചെയ്തു. ജുഡീഷ്യൽ കമ്മീഷന് മുൻപാകെ ഇവിടെ ഭൂമിയുടെ രേഖകൾ ഇവരുടെ ആണെന്ന് ഉറപ്പിക്കുന്ന ഭൂമിയുടെ രേഖകളടക്കം ജുഡീഷ്യൽ കമ്മീഷന് ഈ മുനമ്പം ജനത കൈമാറുകയും ചെയ്തു. അതോടൊപ്പം വരുന്ന അതായത് ജനുവരി 5-ാം തീയതി ജുഡീഷ്യൽ കമ്മീഷൻ മുനമ്പം പ്രദേശം സന്ദർശിക്കും, ഈ സമരവേദി സന്ദർശിക്കും എന്ന ഒരു കാര്യം കൂടി നിലനിൽക്കുന്നു. ഒപ്പം ഇനി ഒരു ഹിയറിംഗ് ഈ മുനമ്പം ജനതയെയും ഒപ്പം വഖഫുമായി ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ വിളിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ ഒരു വരും ദിവസങ്ങളിൽ ഒരു ഹിയറിംഗ് വരെ നടത്തുന്നു. അങ്ങനെ ഈ മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആ രീതിയിൽ നടക്കുമ്പോൾ തന്നെയാണ് ബിജെപിയുടെ നേതാക്കൾ ഓരോരുത്തരായി ഈ മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ഇവിടെ എത്തുകയും പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ അല്പസമയത്തിന് മുൻപാണ് മുനമ്പം സമര ഭൂമി സന്ദർശിക്കുന്നത്. സമരത്തിലിരിക്കുന്ന ജനതയുമായി സംസാരിക്കുകയാണ് അദ്ദേഹം. അല്പസമയത്തിനുള്ളിൽ തന്നെ മുനമ്പം ജനതയെ അഭിസംബോധന ചെയ്യും. ഈ സമരം 71-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. സർക്കാർ ഇടപെട്ടിട്ട് പോലും ഈ സമരത്തിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ജനത സമരത്തിൽ നിന്ന് പിന്മാറാതെ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുവരെ ഈ സമരം തുടരും. അത് ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സമരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരവേദിയിലേക്കാണ് രാജീവ് ചന്ദ്രശേഖരനും എത്തിയത്. അതാണ് രാജീവ് ചന്ദ്രശേഖർ മുനമ്പത്തെ സമരവേദിയിൽ എത്തിയിരിക്കുന്നു. മുനമ്പ സമരം 70-ാം ദിവസം പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്.